നമസ്കാരം. കളിക്കൂട്ടുകാരനായി കൂടപ്പറപ്പിനെ പോലെ നിന്ന ഇ.പി. ജയരാജൻ CPM-നും മുഖ്യമന്ത്രി പിണറായി വിജയനും എങ്ങനെ വെറുക്കപ്പെട്ടവനായി? LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് ഇ.പി. ജയരാജനെ മാറ്റിയത് LDF-നെ ശക്തിപ്പെടുത്താനാണ്, പാർട്ടിയെ ശക്തിപ്പെടുത്താനാണ്, പാർട്ടി നടപടിയല്ല എന്ന് പോലും കഴിഞ്ഞ ദിവസം M.V. ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. പക്ഷേ വെറുക്കപ്പെട്ടവനായാൽ പുറത്താക്കും, അല്ലെങ്കിൽ ഇതുപോലെ സ്ഥാനമാനങ്ങൾ എടുത്തുമാറ്റും. ഇനിയിപ്പോൾ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നും വെട്ടാനുള്ള സാധ്യതയും വിദൂരമല്ല. 2002 CPM തൃശ്ശൂർ ജില്ലാ സമ്മേളനം, പിണറായി VS വിഭാഗീയത കത്തി നിൽക്കുന്ന കാലം. ജില്ലാ സമ്മേളനത്തിൽ VS വിഭാഗം ജില്ലാ കമ്മിറ്റി പിടിച്ചെടുത്തു. KP അരവിന്ദാക്ഷൻ ജില്ലാ സെക്രട്ടറിയായി. തുടർന്ന് നടന്ന സംസ്ഥാന കമ്മിറ്റിയിൽ തൃശ്ശൂരിലെ ഈ മത്സരം വലിയ ചർച്ചയായി. പാർട്ടിക്ക് ചേരാത്ത നടപടികൾ തൃശ്ശൂരിൽ ഉണ്ടായെന്ന് സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനവും വന്നു. അരവിന്ദാക്ഷൻ്റെ നേതൃത്വത്തിലുള്ള ജില്ലാ കമ്മിറ്റി പിരിച്ചുവിട്ടു. സംസ്ഥാന സെക്രട്ടറി അന്ന് പിണറായി വിജയനാണ്. തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ ചുമതല നൽകിയത് ഇ.പി. ജയരാജന്. VS-ൻ്റെ കോട്ടയായിരുന്ന തൃശ്ശൂർ പിടിച്ചെടുക്കാൻ പിണറായിക്ക് മറ്റൊരു പേര് ആലോചിക്കേണ്ടി വന്നില്ല. അതായിരുന്നു ഇ.പി. CPM-ൻ്റെ ചരിത്രത്തിൽ വിഭാഗീയത ഏറ്റവും രൂക്ഷമായ VS പിണറായി കാലത്ത് പിണറായിയുടെ സർവ്വസൈന്യാധിപനായിരുന്നു ഇ.പി. ജയരാജൻ. എന്തിനും തയ്യാർ. പിണറായിക്ക് വേണ്ടി എന്തു ജോലിയും വളരെ സന്തോഷത്തോടെ ഏറ്റെടുത്തു നടപ്പിലാക്കി ഇ.പി. എന്നും പിണറായിക്കൊപ്പം നിന്ന പിണറായിയുടെ സ്വന്തം ഇ.പി. തൃശ്ശൂരിൽ എത്തിയ ജയരാജൻ മാസങ്ങൾ കൊണ്ട് ഒതുക്കേണ്ടവരെ ഒതുക്കിയും വളർത്തേണ്ടവരെ വളർത്തിയും പാർട്ടിയെ പിണറായിയുടെ കാൽക്കീഴിൽ എത്തിച്ചു കൊടുത്തു. തൃശ്ശൂരിൽ മാത്രമല്ല, സംസ്ഥാനത്തുടനീളം പിണറായി വിജയന് വേണ്ടി അഹോരാത്രം പണിയെടുത്തു. ഒരു ഭാഗത്ത് S. ശർമ്മയും K. ചന്ദ്രൻപിള്ളയും അടക്കമുള്ളവർ VS-ന് വേണ്ടി കരുക്കൾ നീക്കിയപ്പോൾ പിണറായിക്ക് വേണ്ടി യുദ്ധം നയിച്ചത് ഇ.പി. ജയരാജനായിരുന്നു. പിണറായിക്ക് തിരിച്ചങ്ങോട്ടും ആ സ്നേഹമുണ്ടായിരുന്നു. പാർട്ടിയിലെ പല നേതാക്കളെയും മറികടന്ന് പിണറായി കാലത്ത് ഇ.പി. പാർട്ടിയിലെ രണ്ടാമനായി. പിണറായി വിജയന് ശേഷം ഇ.പി. എന്ന പദപ്രയോഗം അന്ന് മാധ്യമങ്ങളിലടക്കം അച്ചടിച്ചു വന്നു. ജയരാജൻ പാർട്ടി സെക്രട്ടറി ആകും എന്ന നില വന്നു. അതിനിടയിൽ പാർട്ടിയിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളൊക്കെ മാറി. പിണറായി ഇ.പി. ലൈനിനെതിരെ MA ബേബി, തോമസ് ഐസക്ക്, കോടിയേരി ബാലകൃഷ്ണൻ തുടങ്ങിയവർ ഇടക്കാലത്ത് കൂറുമുന്നണിയായി നീങ്ങി. കോടിയേരിയും ഐസക്കുമൊക്കെ ആയിട്ട് ഇ.പി. നിരന്തരം കലഹിച്ചു. വ്യാപാരി വ്യവസായി സമിതിയുടെ ഭാരവാഹിയായിരിക്കെ ധനകാര്യമന്ത്രിയായിരുന്ന ഐസക്കുമായി പലവട്ടം ഇ.പി. കൊമ്പുകോർത്തത് നമുക്കെല്ലാം ഓർമ്മയുണ്ട്. പി. ജയരാജനും ഇ.പിക്കെതിരെ പാർട്ടി വേദികളിൽ യുദ്ധമുഖം തുറന്നു. എന്നാൽ പിണറായി തന്ത്രപരമായി ഈ കുറുമുന്നണിയെ പിണക്കാതെ മുന്നോട്ട് പോയി. 2015 പിണറായി മുഖ്യമന്ത്രിയാവാനുള്ള തയ്യാറെടുപ്പോടെ സെക്രട്ടറി പദം ഒഴിഞ്ഞതിനെ തുടർന്ന് സംസ്ഥാന സമ്മേളനത്തിൽ പുതിയ സെക്രട്ടറിക്കായുള്ള ചർച്ച തുടങ്ങി. സീനിയോറിറ്റി പരിഗണിച്ച് പലരും കോടിയേരി ബാലകൃഷ്ണൻ്റെ പേര് നിർദ്ദേശിച്ചു. എന്നാൽ പിണറായി നിർദ്ദേശിച്ച പേര് സാക്ഷാൽ ഇ.പി. ജയരാജൻ്റേതായിരുന്നു. അന്ന് കോടിയേരി PB അംഗവും ജയരാജൻ കേന്ദ്ര കമ്മിറ്റി അംഗവുമാണ്. ഒരു PB അംഗം സംസ്ഥാന സെക്രട്ടറി ആകുന്നത് ശരിയല്ലെന്നും കേന്ദ്ര കമ്മിറ്റി അംഗമായ ഇ.പി. സെക്രട്ടറി ആവട്ടെ എന്നുമാണെന്ന് പിണറായി വിജയൻ പറഞ്ഞത്. എന്നാൽ ഭൂരിപക്ഷം സഖാക്കളും കോടിയേരിക്കൊപ്പം ആയിരുന്നു അന്ന് നിന്നത്. ഇ.പിക്ക് വേണ്ടി കൂടുതൽ സമ്മർദ്ദം ചെലുത്തിയാൽ മുഖ്യമന്ത്രി കസേര നടക്കില്ല എന്നുള്ള ഭയം. അതുകൊണ്ട് പിണറായി അന്ന് കോടിയേരിക്ക് പിന്നീട് പച്ചക്കൊടി കാണിക്കുകയായിരുന്നു. അവിടുന്ന് അങ്ങോട്ട് ഇ.പി. പിണറായി ബന്ധത്തിന് നേരിയ തോതിൽ ഉലച്ചിൽ തട്ടിത്തുടങ്ങി. കോടിയേരി പാർട്ടി സെക്രട്ടറി ആയതോടെ ഇ.പിക്ക് പാർട്ടിയിലുണ്ടായിരുന്ന അപ്രമാദിത്വം നഷ്ടപ്പെട്ടു. മുഖ്യമന്ത്രി കസേര സ്വന്തമാക്കിയ പിണറായി വിജയൻ ഇ.പിക്ക് വേണ്ടി കാര്യമായി ഒന്നും ചെയ്തതുമില്ല. കാര്യം കഴിഞ്ഞപ്പോൾ കൂരായണം. പിണറായി കോടിയേരി അച്ചുതണ്ടിൽ തളയ്ക്കപ്പെട്ട പാർട്ടിയിൽ പിന്നീട് ഇ.പിക്ക് പ്രത്യേകിച്ച് റോളൊന്നും ഉണ്ടായിരുന്നില്ല. ഒന്നാം പിണറായി മന്ത്രിസഭയിൽ ഉൾപ്പെട്ടുവെങ്കിലും PK ശ്രീമതിയുടെ മകന് വഴിവിട്ട് നിയമനം നൽകി എന്ന ആരോപണത്തിൽ മന്ത്രിസ്ഥാനം നഷ്ടമായി. ആരോപണം ഉയർന്നപ്പോൾ ഒരു മനസാക്ഷിക്കുത്തും കൂടാതെ പിണറായി രാജി ചോദിച്ചു വാങ്ങുകയായിരുന്നു. പിന്നീട് മന്ത്രിസഭയുടെ അവസാന കാലത്ത് തിരിച്ചെത്തിയെങ്കിലും 2001 സീറ്റ് കൊടുത്തില്ല. കോടിയേരിയുടെ അകാല നിര്യാണത്തെ തുടർന്ന് പാർട്ടി സെക്രട്ടറി പദത്തിൽ എത്തും എന്ന് ഇ.പി. ജയരാജനും ഒട്ടേറെ പാർട്ടി പ്രവർത്തകരുമൊക്കെ വിശ്വസിക്കുകയും പ്രതീക്ഷിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ അതുമുണ്ടായില്ല. തനിക്ക് വേണ്ടി പിണറായി ഒന്നും ചെയ്തില്ല എന്ന പരാതി ഇ.പിക്കുണ്ട്. ഇ.പിയേക്കാൾ ജൂനിയറായ M.V. ഗോവിന്ദനെ പാർട്ടി സെക്രട്ടറി ആക്കിയതും പിണറായിയുടെ താൽപ്പര്യപ്രകാരമായിരുന്നു. പിണറായിയുടെ ആശീർവാദത്തോടെ M.V. ജയരാജനും M.V. ഗോവിന്ദനും ഇ.പിയെ മറികടന്ന് പൊളിറ്റ് ബ്യൂറോയിലുമെത്തി. അനുനയം എന്ന നിലയ്ക്കാണ് LDF കൺവീനർ സ്ഥാനം അദ്ദേഹത്തിന് കൊടുത്തത്. ഒടുവിലിതാ അതും നഷ്ടമായിരിക്കുന്നു. പിണറായി എന്തേ ഈ ഒരു സ്നേഹിതൻ്റെ സേവനങ്ങൾ മനസ്സിലാക്കാത്തത്? പാർട്ടിക്ക് വേണ്ടി അടിയുറച്ച് നിന്നു. ഒപ്പം പിണറായി വിജയന് വേണ്ടി അതിലും അടിയുറച്ച് നിന്നു. വിവാദങ്ങളുണ്ടായി. ഇ.പിയുടെ സംഭാഷണങ്ങൾ ഒക്കെ തന്നെ പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടു. റിസോർട്ട് വിവാദം കത്തിപ്പടർന്നു. പ്രകാശ് ജാവദേക്കർ വിവാദം തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയായി എന്ന് എല്ലാ ജില്ലാ കമ്മിറ്റികളിലും ഇ.പിക്കെതിരെ പലരും ഒച്ചയെടുത്തു.
ഇതൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇതൊക്കെ പറഞ്ഞു വെച്ചുകൊണ്ട് LDF കൺവീനർ സ്ഥാനം എടുത്തു മാറ്റുമ്പോൾ ഇനി വരാൻ പോകുന്നത് കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നുള്ള വെട്ടാണ്. പിണറായിയെ സേവിച്ചതിന് കിട്ടിയ സമ്മാനം വളരെ വലുതാണ്, വിലമതിക്കാനാകാത്തതാണ് EP ജയരാജന്. അദ്ദേഹം ആത്മകഥ എഴുതുകയാണ്. എല്ലാം പറയുമെന്ന് പറയുന്നു. എന്തൊക്കെ പറയുമോ പറയാതിരിക്കുമോ നമുക്കറിയില്ല.